നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി നോക്കുന്നത് നന്നായിരിക്കും. യേശുവിനോട് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ, ഈ പറഞ്ഞത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നറിയാനായിട്ട് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ. മത്തായി 12-28-29 വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ. അപ്പോൾ യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, വായന ഇപ്പോൾ നമുക്ക് തുടരാം. യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു അതിന് ചില മറുപടികൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 എണ്ണമെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും. ഒന്നിതാണ്, വായിക്കാം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ. അപ്പോൾ എങ്ങനെയാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കിയത്? ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ശ്രദ്ധിക്കണേ, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. എപ്പോഴാ? ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തി. സോ വെൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്, അല്ലേ? ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലാണെങ്കിൽ ദൈവാത്മാവിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂതങ്ങളെ പുറത്താക്കാൻ സാധിക്കേണ്ടതാണ്. അടുത്ത വാക്യം എനിക്ക് വേണ്ടത്. അടുത്ത വാക്യം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? അവനെ പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവനെ പിടിച്ച് കെട്ടണം. അവനെ പിടിച്ചു കെട്ടിയെങ്കിൽ അവൻ്റെ വീട്ടിൽ കിടന്ന്, എന്ന് പറഞ്ഞാൽ സർവ്വലോകവും ആരുടെ അധീനതയിൽ കിടക്കുന്നു? ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഒക്കെ ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്ന പല കാര്യങ്ങൾ കാണുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇടപെടുകയാണെങ്കിലാണ് മനസ്സിലാകുന്നത്. ഓരോരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലുള്ള അശുദ്ധ വ്യാപാരങ്ങൾ, വിശുദ്ധ വ്യാപാരമല്ല, അശുദ്ധ വ്യാപാരങ്ങൾ. ഈ വ്യാപാരങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വാഴ്ചകളെ, അധികാരങ്ങളെ, ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ കെട്ടിയെങ്കിൽ മാത്രമേ ആ വീട്ടിൽ കടന്ന് ആ ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഇത് യേശു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലൂക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ലൂക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ. ഇതേ കാര്യം തന്നെ ലൂക്കോസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ആളുകൾ പരാതി ഉന്നയിച്ചു, ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. കണ്ടോ? ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. സോ വെൻ ദ കിങ്ഡം, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത വാക്യം, ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. പിടികിട്ടിയോ? ഒന്നുകൂടെ വാക്യം വായിച്ച് ശ്രദ്ധിച്ച്. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. അപ്പൊ യേശു ഭൂതങ്ങളെ പുറത്താക്കിയത് ദൈവത്തിന്റെ ശക്തി കൊണ്ട്, ദൈവ ആത്മാവിന്റെ ശക്തി കൊണ്ട്. ഓക്കെ, അടുത്തത്, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവന്റെ വസ്തുവക എങ്ങനെ ഇരിക്കുന്നു? ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന്. അതിനാണ് സെക്യൂരിറ്റി നിർത്തിയേക്കുന്നതെന്ന്. ആരും അതിനെ ഉപദ്രവിക്കാൻ എന്തിനെ നിർത്തിയിരിക്കുന്നു? സെക്യൂരിറ്റി ആൻഡ് സെൻട്രി. എന്നാൽ അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചുപറിച്ച്. അവനെ ആശ്രയിക്കുന്ന സർവായുധവർഗം ഉണ്ട്, അത് പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. അവന്റെ കൊള്ള മനസ്സിലായോ? അപ്പൊ കർത്താവായ യേശുക്രിസ്തു വന്ന് അവന്റെ ആയുധവർഗം എന്ത് ചെയ്തു? പിടിച്ചുപറിച്ചു, അത് താഴെ വെപ്പിച്ചു എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അവന്റെ എല്ലാ ആയുധവർഗവും അവന്റെ സെൻട്രീസിനെയും എല്ലാം കർത്താവ് പരാജയപ്പെടുത്തി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ ഇപ്പോൾ ജയം നമ്മുടെയാണ്. നമ്മൾ ജയിക്കാൻ വേണ്ടിയല്ല പോരാടുന്നത്, ജയത്തിൽ നിന്നുകൊണ്ടാണ് പോരാടുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റഡ് അസ്, നമ്മളെ രൂപാന്തരപ്പെടുത്തി സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്കാക്കി. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം. കൊലോസിയർ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും. അപ്പൊ നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ചെയ്തത് എന്താണ്? ബലവാനെ പിടിച്ച് കെട്ടി അവന്റെ ആയുധവർഗം പിടിച്ചു പറിച്ചു, അവനെ പരസ്യമായ
കാഴ്ചയാക്കി. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് നമുക്കും ഉണ്ടെന്നായി പറയുന്നത്. പേടിയില്ലാത്തവർക്ക്, പേടിയുള്ളവരുണ്ടെന്ന് എനിക്കൊരു സംശയം ഇതൊക്കെ കേട്ടിട്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ നിർവീര്യനാക്കപ്പെട്ടവനാണ്. പക്ഷേ പാമ്പിനെ തല്ലിക്കൊന്നാലും വാല് കിടന്ന് ആടുമല്ലോ, മരം വെട്ടിയിട്ടാലും പിന്നെയും 2 മുളയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കുമെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്കൊരു കേടും അല്ല. ശിഷ്യന്മാർ തിരിച്ചു വന്നിട്ട് എന്താ യേശുവിനോട് പറഞ്ഞത്? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഒന്ന് പോയി നോക്ക്, തീർച്ചയായിട്ടും ഇത് താഴെ വീഴും. മിന്നൽ പോലെ താഴോട്ട് വീഴുന്നത് കാണാൻ സാധിക്കും. പക്ഷേ നമുക്കൊരു ഉറപ്പ് വേണം, എന്നെ കർത്താവ് അയച്ചിരിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കിട്ടിയ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാനീ പോകുന്നതെന്നൊക്കെയുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ആ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ മർത്യ ശരീരങ്ങൾ, നമ്മുടെയും നമ്മൾ ഇടപെടുന്നവരുടെയും ഒക്കെ മർത്യ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടുമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു രാജാധിരാജാവും കർത്താദി കർത്താവുമാണ്. ശിഷ്യന്മാരെ ഈ കാര്യത്തിലൊക്കെ യേശു പരിശീലിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, യേശു രാജാവാണ്. ദൈവരാജ്യത്തിൻ്റെ അധികാരം മുഴുവനും ആരുടെ കയ്യിലാണെന്നാണ് പറഞ്ഞത്? യേശുവിൻ്റെ കയ്യിലാണ്. ഇടയ്ക്ക് മറന്നുപോയിട്ട് കുറച്ചൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴേ കുഴപ്പം വരുന്നത്. നമ്മുടെ കയ്യിലെങ്കിൽ ഒന്നുമില്ലെന്നേ, ഉള്ളത് മുഴുവൻ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? യേശുവിൻ്റെ കയ്യിലാണ്. ആ യേശു എങ്ങനെയാണ് രാജ്യത്വം നടത്തുന്നതെന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് 1-2 വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിനോട് ബന്ധപ്പെടുത്താനായിട്ട് വായിക്കുന്നത് നന്നായിരിക്കും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, പഴയ നിയമത്തിൽ നിന്ന്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ദൈവം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്വം, ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഈ രാജ്യത്വം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അത് മറ്റെല്ലാ രാജ്യത്വങ്ങളെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. വേറെ എന്തെങ്കിലും തരത്തിലുള്ള അധികാരങ്ങളോ വാഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം തകർക്കാൻ ശക്തിയുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ദൈവരാജ്യം അതിശക്തമാണെന്നൊക്കെ. ആരുടെയെങ്കിലും ഉള്ളിൽ കയറിയോന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവരാജ്യം അതിശക്തമാണെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ രാജ്യത്വങ്ങളെയും തകർക്കുന്നതാണ്. അതുകൊണ്ടാണ് തകർക്കുന്ന രാജരാജൻ എന്നൊക്കെ പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത്. ദാനിയേൽ 7:14, ദാനിയേൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. വീണ്ടും ദാനിയേൽ പ്രവചനത്തിൽ ഇത് നമ്മൾ വായിക്കുന്നു. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. അപ്പൊ നമ്മുടെ യേശുവിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് നീങ്ങിപ്പോകാത്തതാണ്, നശിച്ചു പോകാത്തതാണ്, നിത്യരാജ്യത്വമാണ്, എന്നേക്കും ഇരിക്കുന്നതാണ്. ഈ യേശു ജനിക്കാൻ പോയപ്പോൾ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് 33-ാം വാക്യം വായിച്ചാൽ, ലൂക്കോസ് 1:33 വായിച്ചാൽ, അവൻ യാക്കോബ് ഗൃഹത്തിനൊക്കെയും എന്നേക്കും രാജാവായിരിക്കും. അവൻ എങ്ങനെയായിരിക്കും? അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജാവാണ് ആര്? നമ്മുടെ യേശു. ഈ ദൈവരാജ്യത്തിന്റെ രാജാവെന്ന് പറയുന്നത് എന്നേക്കും രാജാവായിട്ടിരിക്കുന്ന ഒരു നിത്യരാജാവാണ്. ആ രാജാവിൻ്റെ രാജ്യത്വത്തിന് ഒരിക്കലും നീക്കം വരികയില്ല. അവൻ മറ്റേ രാജ്യത്വങ്ങളെയൊക്കെ തകർത്ത് അതിനെയൊക്കെ നശിപ്പിച്ച് അതിനെയൊക്കെ തച്ചുടച്ച് അതിൻ്റെ മേലെല്ലാം ജയം എടുക്കുന്ന ഒരു രാജ്യത്വമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം. അവൻ്റെ പ്രജകളായിട്ടും അവൻ്റെ ശുശ്രൂഷക്കാരായിട്ടും ഇരിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കാനില്ല, രോഗത്തെയും പേടിക്കാനില്ല, പ്രകൃതി ശക്തികളെയും പേടിക്കാനില്ല, ഭൂതങ്ങളെയും പേടിക്കാനില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യവും കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാവ് 49-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? ചോദ്യമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പും കവർച്ചയൊക്കെ എടുക്കാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒന്നുകൂടെ വായിച്ചേ. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ എന്ന് വെച്ചാൽ ബലവാൻ പിടിച്ചു വെച്ചേക്കുന്ന കവർച്ച സാധനങ്ങൾ, കൊള്ള മുതലുകൾ പിടിച്ചെടുക്കാൻ പറ്റുമോ? ആൻസർ എന്താണ്? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കുമോ? ബദ്ധന്മാരെ വിടുവിക്കാനായിട്ട് സാധിക്കുമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം,
ബലവാന്റെ ബദ്ധന്മാരെ എടുത്തു കളയാം. ഡോണ്ട് തിങ്ക് ദാറ്റ് എടുത്തു കളയാൻ പറ്റുകയില്ലെന്ന് വിചാരിക്കണ്ട, എടുത്തു കളയാം. നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം, അവന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും. നമ്മളല്ല പോരാടുന്നത്, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. How many of you believe that? നിന്നോട് പോരാടുന്നവരോട് ആര് പോരാടും? ഞാൻ പോരാടും. യേശു പറയാണ്, ദൈവം പറയാണ്, ഞാൻ പോരാടും, എന്നിട്ട് നിന്റെ മക്കളെ ഞാൻ വിടുവിക്കും. നിങ്ങൾക്ക് മക്കളെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ടെങ്കിൽ പേടിക്കണ്ട, ദൈവം നമുക്ക് വാഗ്ദാനം തരികയാണ്, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കുമല്ലോ. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും. താഴോട്ട് വായിക്കാം. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും. നിന്നെ ഞെരുക്കുന്നവരുടെ മാംസം ഞാൻ അവരെ കൊണ്ട് തീറ്റിക്കുമെന്ന്. വീഞ്ഞു പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായി ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് അന്ന് സകല ജഡവും അറിയും. അപ്പം ദൈവം ആരാ? രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും. അവൻ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമാണെന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും രക്ഷിക്കുവാൻ മതിയായവനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറഞ്ഞാൽ അവൻ നമ്മെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മതിയായവനാണ്. ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും ഇതെല്ലാം നമ്മളെ വിടുവിച്ച്, ഇതാണ് ഈ രക്ഷ എന്നൊക്കെ പറയുന്നത്. രക്ഷ എന്ന് പറയുന്ന ഒരു കാട് പൂരിപ്പിച്ച കാര്യമല്ല. രക്ഷ എന്ന് പറയുന്ന ഒരു കൈപൊക്കിയ കാര്യമല്ല. രക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സഭയിൽ ആരാധിക്കാൻ പോയ കാര്യമല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആരാധിക്കാൻ വന്നേക്കുന്ന നല്ലൊരു ശതമാനം ആളുകളിലും ഭൂതാത്മാക്കളാണ് വ്യാപരിക്കുന്നത്. നിങ്ങളതുകൊണ്ട് പിണങ്ങിയാലും വിരോധമില്ല. ഒരു സത്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനേകം ആളുകളിൽ വ്യാപരിക്കുന്നത് ഭൂതാത്മാക്കളാണ്. അവർ മുടിയഴിച്ചിട്ട് ആടുകയും അലറുകയൊക്കെ ചെയ്യുമ്പം ഇങ്ങേപ്പുറത്ത് ശുശ്രൂഷകന്മാർ നിന്ന് പ്രൈസലോടും അന്യഭാഷയും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. തിരിച്ചറിയാൻ പോലും പലപ്പോഴും ആത്മാക്കളെ വിവേചിക്കണം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് വിവേചിക്കണം. വിവേചിക്കാൻ കഴിയാതെ ഒച്ചയും ബഹളവും അന്യഭാഷയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി വരുന്നു. അവൻ ഏത് വേഷത്തിലാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് വ്യാപരിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധയോടെ നാം പ്രവർത്തിക്കേണ്ട. ഇതിനു മുമ്പ് ഞാൻ ഡിസൈൻമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ആത്മീയ വിവേചന ശക്തി. ആത്മീയ വിവേചന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ പ്രകടനങ്ങളും എല്ലാ ഇളക്കങ്ങളും ഒക്കെ എന്ത് ഇളക്കങ്ങളാണ് പ്രകടനങ്ങളാണെന്നുള്ളതൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിവ് വേണം. അതുകൊണ്ടാണ് ദൈവം ഒരു കൃപാവരം തന്നെ വന്ന് തന്നിട്ടുണ്ട്. എന്താ? ആത്മാക്കളുടെ വിവേചനം. ഇത് കൃപാവരം തന്നെ തന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യം നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചപ്പോൾ ഇതിൽ പങ്കാളികളാകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ സുഖമായിട്ട് ഇങ്ങനെ ഇന്ന് കേട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? 12:30 ആകാൻ പോകുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മത്തായി 10-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടൊക്കെ ഇരുന്നപ്പം ഇതൊക്കെ ഭയങ്കര കാര്യങ്ങളാണ്, ഇതൊക്കെ നടക്കുന്നതാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ, ഇത് വളരെ ഗൗരവമായിട്ട് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കാനാണ് ഈ മത്തായി 10, ലൂക്കോസ് 9-10 അധ്യായത്തിലൊക്കെ അവരെ നിയോഗിച്ചയച്ചത്. അപ്പോൾ അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ കൂടെ നമ്മൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ ശക്തിയും അധികാരവും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൊരു അറിവ് പലർക്കും ഉണ്ടായി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് ഹലോ ഒക്കെ വിളിക്കണമെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ ഇത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 5-8 കാര്യങ്ങൾ കമ്പി വാചകങ്ങളായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാം ഈ വാക്യങ്ങളാണ്, വേറെ ഒന്നുമല്ല. ഈ തരത്തിൽ നമ്മൾ നിന്നെങ്കിൽ മാത്രമേ, അല്ലാതെ ഇങ്ങനെ ഭൂതം കീഴടങ്ങും എന്ന് പാട്ട് പാടിയത് കൊണ്ടോ ഒന്നും നിനക്ക് കേടുവരികയില്ലെന്ന് എൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിനേക്കാളൊക്കെ തന്ത്രശാലിയാണ് ആര്? പിശാച്. അങ്ങനെയാണെങ്കിൽ പിശാച് പിടിക്കാത്ത തരത്തിലും രോഗം ബാധിക്കാത്ത തരത്തിലും പ്രകൃതി ശക്തികളെ കീഴടക്കുന്ന തരത്തിലും ഒക്കെ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ 1-2 വാക്യങ്ങൾ മാത്രം ഇങ്ങനെ വായിപ്പിച്ചു പോട്ടെ. 7-ാം വാക്യം, മത്തായി 10-ാം അധ്യായത്തിൽ നിന്ന് മാത്രം, 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഘോഷിക്കും, അല്ലേ? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും.
വെതുക്കയോ ഉറക്കയോ ഫോണിൽ കൂടെയോ ഇമെയിലിൽ കൂടെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഘോഷിക്കും, സംസാരിക്കും, ആർട്ടിക്കുലേറ്റ് ചെയ്യും. യെസ്. എന്നാൽ അടുത്തത് 8-ാം വാക്യം, രോഗികളെ സൗഖ്യമാക്കുവിൻ. അതാണ് ഇപ്പോൾ കുറച്ചുകൂടെ വിഷമമായി. ഘോഷിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പാണ് രോഗികളെ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. അതിനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 8-ാം വാക്യം താഴോട്ട് പറയുന്നു, വായിച്ചു. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. അതെല്ലാം ഒരു ഗ്രൂപ്പിൽ വിടാം. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ഇത് എവിടുന്നാ പഠിച്ചത്? എത്ര രൂപ കൊടുത്താ പഠിച്ചത്? ഈ ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഡോക്ടർമാർ കാശ് മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചത് കൊണ്ടാണ്. നമ്മൾ എത്ര ലക്ഷം കൊടുത്താ പഠിച്ചത്? പിന്നെ ഈ കവർ എങ്ങനെ മേടിക്കുന്നതെന്ന് ചോദിച്ചത്. പിന്നെ കവർ എങ്ങനെ മേടിക്കുന്നതെന്ന് കവർ മേടിക്കാവോ? ഇതും കടയിൽ നിന്ന് മേടിച്ച കവറാണ്, ആളുകളുടെ നിന്ന് മേടിച്ചതല്ല. പക്ഷേ ഇതങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഭൂതം പോകുകയില്ല, പ്രാർത്ഥനയും വരികയില്ല, ശുശ്രൂഷയും വെളിപ്പെടുകയില്ല. ഓരോന്നിനും ഓരോ കവർ ചെല്ലണം. പക്ഷെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, എങ്ങനെ കൊടുക്കണം? സൗജന്യമായി കൊടുക്കും. ഒരു പ്രാവശ്യം മേടിക്കാനേ വിഷമമുള്ളൂ, പിന്നെ ഇതിങ്ങനെ വന്നോളും കേട്ടോ. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്, യു ഡിഡ് നോട്ട് ലേൺ ദിസ് ബൈ പേയിങ് എനി മണി. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കൊടുത്തോണം? ഗിവ് ഇറ്റ് അവേ. പ്രതിഫലം ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല, അത് നമുക്കുള്ളതല്ല. ദൈവരാജ്യത്തിലേക്ക് കൊടുത്താൽ പോരെ, എനിക്ക് തന്നെ തരണമെന്നുണ്ടോ? നമ്മൾ പോയി ശുശ്രൂഷിച്ചപ്പോഴാണ് ഒരു വിടുതലുണ്ടായത്. അപ്പോൾ അതിൻ്റെ കവർ നമ്മൾ തന്നെ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കാൻ പിന്നെ ആര് വാങ്ങണമെന്നായിരിക്കും അല്ലേ? ആരെങ്കിലും വാങ്ങിച്ചോട്ടെന്നേ. നമ്മൾ തന്നെ വാങ്ങാതിരിക്കുകയാണ് അങ്ങനെ പഠിപ്പിച്ചത്. സൗജന്യമായി അവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ കൊടുക്കാൻ എന്തെല്ലാം സ്ഥലങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അവരെവിടെയെങ്കിലും കൊടുത്തോട്ടേന്നേ. പക്ഷെ നമ്മളവരോട് മേടിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക. 9-ാം വാക്യം, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. അപ്പോൾ നമുക്ക് ഒരു സംശയം വന്ന അതിൻ്റെ മറുപടി അവിടെ. പിന്നെ എങ്ങനെയാ സാറേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? സാറിന് പെൻഷനുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും എന്നായിരിക്കും ചില ആളുകൾ ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനേക്കാൾ കടുപ്പിച്ച് കർത്താവ് പറഞ്ഞു അല്ലേ, കവർ വാങ്ങരുതെന്ന് മാത്രമല്ല പിന്നെ എന്തും കൂടെ വേണ്ടെന്നാണ് പറഞ്ഞത്. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. അപ്പം എൻ്റെ അർത്ഥം എന്താ? ഇതിനെല്ലാം ഞാൻ മതിയായവനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പണിക്ക് ഇറങ്ങിയാൽ മതിയെന്ന്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ചില ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ദൈവം അവരുടെ വയറ്, അതൊക്കെ പിന്നെ വായിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ തരത്തിലുള്ള ഭയാശങ്കകളുള്ളവർ, അതുകൊണ്ടാണ് ഗിഡിയോനോടൊക്കെ പറഞ്ഞത്, ഗിഡിയോൻ്റെ ശുശ്രൂഷയിലൊക്കെ പറഞ്ഞത്, പേടിയും ഭയം ഉള്ളവർക്കൊക്കെ തിരിച്ചു പോകാം. ഈ യുദ്ധം ജയിക്കാനായിട്ട് 10,000 പേരൊന്നും വേണ്ട. ജയത്തിന് കുതിര വ്യർത്ഥമാണ്, ഒറ്റയാളാണെങ്കിലും മതി. 1 man with God is majority. ഒരാൾ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. തങ്കൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെക്കൊണ്ട് തന്നെത്താൻ വലിയവനെന്ന് കാണിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ ഭൗതിക വസ്തുക്കളോടുള്ള, ഇവിടെ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ മനോഭാവം പഠിച്ചിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും പൊന്നോ വെള്ളിയോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉത്തമം എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞത്. സോ അവർ ആറ്റിറ്റ്യൂഡ് ടു മണി ആൻഡ് മണി മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സൗജന്യമായി കിട്ടി, സൗജന്യമായി കൊടുക്കണം. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും 2 വസ്ത്രവും വടിയും ഒന്നും കരുതേണ്ടതില്ല. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. എന്നെ പുലർത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എന്നെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ, ആണോ, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ, എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ എനിക്ക് ആഹാരം വേണമെന്നും വസ്ത്രം വേണമെന്നും ഒക്കെ എൻ്റെ യജമാനന് അറിയാം. അവൻ എന്നെ പുലർത്തുവാൻ ഏറ്റവും മതിയായവനാണ്. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷേ 17-ാം വാക്യം, ഞാൻ ചില വാക്യങ്ങൾ വിടുകയാണ്. 17-ാം വാക്യം, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇതെല്ലാം നിങ്ങളെ അപകടത്തിലാക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്.
ഇപ്പം ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം തകിടം മറിച്ച് പ്രസംഗിച്ച് പഠിപ്പിക്കാൻ ആളുകളുണ്ടെന്ന്. അതുകൊണ്ട് എന്ത് വേണം? മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. മനുഷ്യരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. മനുഷ്യരെ സൂക്ഷിക്കുക, ദൈവത്തെ ശ്രദ്ധിക്കുക. നമ്മളെ വിളിച്ചതാരാ? നമ്മളെ ആക്കിയതാരാ? ദൈവം. സംഘടനയല്ല, പാസ്റ്ററല്ല, സഭയല്ല. ആണോ? എന്നെ വിളിച്ചതെൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി വില കൊടുത്തതെൻ്റെ കർത്താവാണെങ്കിൽ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക. മനുഷ്യർ ഭയങ്കര കുഴപ്പക്കാരാണ്. മനുഷ്യന്മാരെ സൂക്ഷിക്കണം, ദൈവത്തെ ശ്രദ്ധിക്കുക. വീണ്ടും 16-ാം വാക്യം പുറകോട്ട് പോയി വായിക്കാം. 16-ാം വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റും ചെന്നായ്ക്കളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അത്യുഗ്രന്മാരായ ഭൂതങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അയച്ചേക്കുന്നത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുവിൻ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും. ഈ രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീണ്ടും 19-20 വാക്യങ്ങൾ. 19-20 വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ അടിയും കിട്ടിയെന്നിരിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ പോയി നിന്ന് ശുശ്രൂഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പിടിച്ചോണ്ട് പോയെന്നിരിക്കും, അടി കിട്ടിയെന്നിരിക്കും. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ടെന്ന്. ബാക്കി വായിക്കാം. പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. 19 ഒന്ന് ചേർത്ത് വായിച്ചേര്. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. അപ്പം നമ്മളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നെന്ന് വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ഭയപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ആ നാഴികയിൽ പറയാനുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. ഇവിടെ ഒരു കോഷൻ ആവശ്യമുണ്ട്. പല ബന്ധക്കോസുകാരും പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗം ഒന്നും പ്രിപ്പയർ ചെയ്യാത്തതെന്നാണ്. കാരണം ആത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? പറയാനുള്ളത് ആ നാഴികയിൽ. ആൻഡ് നോട്ട് ഫോർ ദ പുൾപിറ്റ്, ഫോർ ദ പ്രിസൺ. ഇറ്റ്സ് നോട്ട് ഫോർ ദ പുൾപിറ്റ്, ഇറ്റ് ഈസ് ഫോർ ദി പ്രിസൺ. തടവിൽ പോകുമ്പം പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലെന്നേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് പ്രസംഗം ഒരുക്കാൻ പറ്റുമോ? ജയിലിൽ ഇട്ട് കഴിഞ്ഞിട്ട് സമയം കിട്ടും. അന്നേരം പൗലോസ് എഴുതിയ പോലെ ലേഖനമൊക്കെ വേണമെങ്കിൽ എഴുതാം. പക്ഷേ ജയിലിൽ പിടിച്ച് കൊണ്ടിട്ട് വിസ്തരിക്കാൻ പോകുന്ന സമയത്ത് പ്രസംഗം തയ്യാറാക്കാൻ നേരമില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടത്. എന്നാൽ പ്രസംഗിക്കാൻ പോകുമ്പം പുസ്തകം എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിക്കോളൂ എന്നും പറഞ്ഞങ്ങ് പോയാൽ പോരുന്നു. പുസ്തകമുണ്ട്, ബാക്കിയെല്ലാം ആത്മാവ് നടത്തിക്കോളും. എല്ലാ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലും തക്ക സമയത്ത് വചനം തരും. പോരാ, ഇങ്ങനെ ഒരു സാധനം കൂടെ വേണം. ഒരു പ്രിപ്പറേഷൻ കൂടെ നമുക്ക് വേണമെന്ന്. യു മസ്റ്റ് ബി പ്രിപ്പയർഡ്. പക്ഷേ ഈ കടലാസിൽ നിന്നൊക്കെ ചിലപ്പോൾ ഞാൻ മാറിപ്പോയെന്നിരിക്കും ആത്മാവിനെ നയിക്കുമ്പോൾ. പക്ഷെ നമുക്കെന്ത് വേണം? ഒരു ഒരുക്കം വേണം. ഒരുക്കം വേണ്ടാത്ത ഒരു വാക്യം കണ്ടാൽ ഉടനെ നമ്മൾ മറ്റേതിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഒരുങ്ങേണ്ടടുത്ത് ഒരുങ്ങണം. ഒരുങ്ങേണ്ടാത്തത് നമുക്ക് ഒരുങ്ങാതെ പോകാം. എപ്പോഴാണ് ഒരുങ്ങേണ്ടാത്തത്? ഏൽപ്പിക്കപ്പെടുമ്പോൾ. വെരി ഗുഡ്. നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരുങ്ങാൻ സമയമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരുന്നാൽ മതി. എപ്പോഴാണ് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട്. ഓക്കെ, നമുക്ക് 22-ാം വാക്യം വായിക്കാം. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കമ്പിവാചകങ്ങളായിട്ട് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ 23-ാം വാക്യം. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങൾ പറയുന്നു. വാശി പിടിച്ചൊന്നും ഒന്നും ചെയ്യേണ്ടതായി പറഞ്ഞത്. ഉപദ്രവം വന്നാൽ കാലിലെ പൊടി തട്ടി കളഞ്ഞ് വിട്ടോണം. അവിടെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് അറിയാതൊരു വാശി വരും. അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പണ്ടൊരു അനുഭവം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെ പണ്ടൊരു ആൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. ഞാൻ ചെന്നപ്പം പള്ളിയുടെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ സഹോദരൻ ഇവിടെ തന്നെ ചെയ്തത്, നമുക്ക് വേറെ പറഞ്ഞു. ഞാൻ ഈ പള്ളിയിൽ നിന്ന് പോകുന്ന അന്ന് ഞാൻ തീരുമാനിച്ചത് ഈ പള്ളിയുടെ മുമ്പിൽ പ്രസംഗിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അല്ല, അവർ കേൾക്കട്ടെ. ഏതാ പള്ളിയുടെ കല്ലും മണ്ണുമോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയാണ്. ഇങ്ങനെ വാശിക്കല്ല നമ്മൾ സുവിശേഷം പറയേണ്ടത്, ആണോ? അവിടെ കർത്താവ് പറഞ്ഞ കാര്യം എന്താ? ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ വാശി പിടിച്ച് ഇവിടെ തന്നെ ഞാൻ പ്രസംഗിക്കുള്ളൂ എന്നൊന്നും വാശി പിടിക്കണ്ട. എനിക്ക് തോന്നുന്നു നമുക്കൊരു പ്രോബ്ലം ഉള്ളത്, നമുക്കിപ്പോൾ 5 സെൻറ്റും 2 സെൻറ്റും ഒക്കെ ഉള്ളൂ. പക്ഷെ ദൈവരാജ്യത്തിന് 5 സെൻറ്റൊന്നും അല്ല. ദൈവരാജ്യം വളരെ വിശാലമാണ്. നമുക്ക് പ്രവർത്തിക്കാൻ ധാരാളം മേഖലകളുണ്ട്. വാശിയും വൈരാഗ്യമൊക്കെ ഉപേക്ഷിച്ച്
തമ്മിൽ ചവിട്ടിയും കുത്തിയും അടിച്ചും കയ്പും കോപവും വാശിയും ഒന്നും വെക്കാതെയും പ്രവർത്തിക്കാൻ സ്ഥലങ്ങളുള്ളത് കൊണ്ട്. അല്ല, ഒരു വാക്യം കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കും. 5:39, 5-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. ദുഷ്ടനായ പിശാചിനോടല്ല, ദുഷ്ടരായ മനുഷ്യരോട് എതിർത്ത് നിന്ന് വഴക്കുണ്ടാക്കാനായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രവർത്തിക്കാൻ ധാരാളം വേറെ സ്ഥലങ്ങൾ ഉണ്ട്. നമ്മളെ കർത്താവ് നയിക്കുന്ന സ്ഥലത്ത് നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്താൽ മതി. ബാക്കി ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. ഒരുത്തൻ രക്ഷിക്കപ്പെടാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ദൈവം നിന്നെ അവിടുന്ന് പൊക്കും. അങ്ങനെ പൊക്കിയവരെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഞാനുമൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ഓർത്തേച്ചാൽ മതി, നമ്മൾ നിർബന്ധം പിടിച്ച് തല്ലിപ്പിടിച്ചൊന്നും ആരെയും പഴിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞാൽ മതി. ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞായിരിക്കും അത് ഫലം കായ്ക്കാൻ പോകുന്നത്. ഇസ്ന്റ് ഇറ്റ്? കാരണം ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരത്തില്ല. നമ്മളോട് പറഞ്ഞാൽ മതി. അപ്പം തന്നെ റിസൾട്ട് കണ്ടില്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ യേശു അങ്ങനെ ചെയ്ത പട്ടണം തോറും ഗ്രാമം തോറും മറ്റുള്ള പട്ടണങ്ങളിലേക്കൊക്കെ പോയി. സോ കീപ് ഗോയിങ് ആൻഡ് കീപ് പ്രീച്ചിങ് ആൻഡ് കീപ് ഡൂയിങ്. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ. അതുകൊണ്ട് നാം ഈ ശക്തി പ്രാപിക്കണം. നാം ഈ അധികാരമുള്ളവരായിട്ട് വേണം ഈ ശുശ്രൂഷയിൽ നിൽക്കുവാനായിട്ട്. അല്ലാതെ വെറുതെ ഒരു വാചക കസർത്തുകളും ആളുകളെ രസിപ്പിക്കുന്ന പ്രസംഗങ്ങളും നടത്തുവാനായിട്ടല്ല. ആസ് ലീഡേഴ്സ് വി ആർ ഗോയിങ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ആൻഡ് വെൻ യു ഇൻഫ്ലുവൻസ്, നമുക്ക് ആത്മാവിലേക്കും പ്രാണനിലേക്കും ശരീരത്തിലേക്കും. ദൈവത്തിൻ്റെ വചനം അങ്ങനെയുള്ളതാണ്. ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ജീവനും ചൈതന്യമുള്ളതാണ്. ആ വചനം കൈയാളുന്ന നമുക്ക് ഈ ശക്തിയും ഈ ജീവനും ഉണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വക്താക്കളായിട്ട് നിൽക്കുവാൻ സാധിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, തിരുസന്നിധിയിലേക്ക് അടുത്ത് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തിയും അധികാരവും സാർവത്രികമായതുകൊണ്ട്, അത് കർത്താവെ രോഗത്തെയും ഭൂതത്തെയും പ്രകൃതി ശക്തികളെയും ഒക്കെ അതിജീവിക്കുന്നതായതുകൊണ്ട് ഈ അധികാരം ഞങ്ങൾക്ക് നൽകുവാൻ നീ ഞങ്ങളിൽ പ്രസാദിച്ചതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ച പ്രവേശനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് ലഭിച്ച കൃപ വൃഥാവാക്കാതെ ശക്തിയോടും അധികാരത്തോടും ബഹുനിശ്ചയത്തോടും കൂടെ ഈ സുവിശേഷം മറ്റുള്ളവരോട് പറവാൻ തക്കവണ്ണം, ഈ രാജ്യത്തെ കർത്താവ് പ്രൊമോട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അധികാരപ്പെടുത്തി അയക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ദൈവകൃപയാൽ നിറയ്ക്കുകയും ദൈവരാജ്യത്തെ കർത്താവ് ശക്തിയോടെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.